ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വാർഷിക കൺവെൻഷൻ സംഘടിപ്പിച്ചു. പറളി പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി AKTS സംസ്ഥാന സെക്രട്ടറി G. സജീവൻ ഉദ്ഘാടനം ചെയ്തു. ടൈലേഴ്സ് അംഗങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും മറ്റ് സംഘടനകൾക്ക് നൽകുന്ന സഹായ സഹകരണങ്ങൾ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷനും സംസ്ഥാന സർക്കാർ നൽകണമെന്നും അദ്ദേഹം ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. നൂറുകണക്കിന് ആളുകളുടെ ഉപജീവനമാർഗമാണ് തയ്യൽ ജോലി. അത് നിലനിർത്താൻ സർക്കാരും അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു നിയമത്തിൽ ഉദ്യോഗസ്ഥരുടെ അനധികൃതമായ ഇടപെടലിന്റെ ദുരന്തഫലം ഇന്ന് 60 വയസ്സിൽ പൂർത്തീകരിച്ച് റിട്ടയർ ചെയ്യുന്ന തൊഴിലാളികളിൽ ആ ദുരന്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ദുരന്തഫലം? 95 നിയമമായ ക്ഷേമനിധി നിയമത്തിന്റെ 25A പട്ടികയിൽ പറയുന്നു തൊഴിലാളി അടയ്ക്കുന്ന അംശാദായം. ആ അംശാദായത്തിന് അർഹമായ വിഹിതം സർക്കാർ കോൺട്രിബ്യൂഷൻ 2 കൂടി ചേർത്തിട്ടുള്ള 5% പലിശ. ഇത് കൃത്യമായി കൊടുക്കാൻ നിയമം അനുവദിക്കുന്നു. അതിനനുസൃതമായി 2020 മാർച്ച് മാസം വരെ ഈ കേരളത്തിൽ 60 വയസ്സ് വരെ പൈസ അടച്ച് റിട്ടയർ ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികൾക്കും സർവീസ് ആനുപാതികമായി അത് ലഭിച്ചു. എന്നാൽ 2020 ഏപ്രിൽ മാസം 1 മുതൽ ആ ലഭിച്ചുകൊണ്ടിരുന്ന റിട്ടയർമെന്റ് സംഖ്യയുടെ 50% വെട്ടിക്കുറവ് വരുത്തിയാണ് ഇന്ന് ഏതാണ്ട് 2020 ഏപ്രിൽ മാസം 1 മുതൽ ഞാൻ ഈ സംസാരിക്കുന്ന ഈ കാലയളവ് വരെ തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ 14 ജില്ലകളിലായി ഏതാണ്ട് 10,000-ഓളം ആളുകൾ റിട്ടയർ ചെയ്തിരിക്കുന്നു. പരിപാടിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് V. ചന്ദ്രിക അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. സതികുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി C. ബാലസുബ്രഹ്മണ്യൻ പ്രവർത്തന റിപ്പോർട്ടും ഗജാൻജി M. ഉണ്ണികൃഷ്ണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലയിലെ 22 ഏരിയകളെ പ്രതിനിധീകരിച്ച് 267 പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിലെ വെട്ടിക്കുറച്ച റിട്ടയർമെന്റ് ആനുകൂല്യം പുനഃസ്ഥാപിക്കുക, മിനിമം പെൻഷൻ 5000 രൂപയായി ഉയർത്തുക, പാലക്കാട് രാമേശ്വരം റൂട്ടിൽ കൂടുതൽ ട്രെയിൻ അനുവദിക്കുക, പെമൽ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കാനുള്ള നീക്കം ഒഴിവാക്കുക എന്നീ പ്രമേയങ്ങൾ യോഗത്തിൽ പാസായി. UTV ന്യൂസ് പാലക്കാട്.